നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏപ്രിൽ 13 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ. ഇന്ന് കടലാക്രമണ സാധ്യത. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമ്പോഴും ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ പ്രവചനം. ഏപ്രിൽ 13 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നേരിയ മഴയുണ്ടാകും. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. 12, 13 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. ഇടിമിന്നൽ സാധ്യത പ്രവചിച്ചിട്ടുള്ളതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്നാൽ വേനൽ മഴ എത്തുമെങ്കിലും സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ ശനിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞ് മടങ്ങിയത് മരണത്തിലേക്ക്. ട്രെയിൻ തട്ടി യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോട്ടയം വെള്ളൂരിൽ ട്രെയിൻ തട്ടി 2 യുവാക്കൾ മരിച്ചു. വെള്ളൂർ സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 21 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. വടയാറിൽ ഉത്സവം കൂടിയ ശേഷം വീട്ടിലേക്ക് തിരികെ വരുന്ന വഴിയായിരുന്നു അപകടമുണ്ടായത്. കോട്ടയത്തെ സ്വകാര്യ കോളേജിലെ BBA വിദ്യാർത്ഥികളാണ് 2 പേരും. വടയാർ ആറ്റുവേല ഉത്സവം കണ്ടു മടങ്ങവേ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്ന സമയത്ത് എതിരെ ട്രെയിൻ വരുന്നത് കണ്ട് യുവാക്കൾ തൊട്ടടുത്ത ട്രാക്കിലേക്ക് മാറി. ഈ സമയം പിന്നിൽ നിന്ന് വന്ന ട്രെയിൻ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. വെള്ളൂർ സ്രാങ്കുഴി ഭാഗത്ത് വെച്ചാണ് യുവാക്കളെ ട്രെയിൻ ഇടിച്ചത്. മോദിക്കായി രക്തപൂജ. വിരലറുത്തു നൽകി യുവാവ്. നരേന്ദ്രമോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകാൻ രക്തപൂജ നടത്തി യുവാവ്. ഇതിനായി യുവാവ് ഇടത് ചൂണ്ടുവിരൽ അറുത്ത് കാളിദേവിക്ക് സമർപ്പിച്ചു. മോദിയോടുള്ള ആരാധനയ്ക്ക് പേരുകേട്ട അരുൺ വർണേക്കറാണ് മോദി ഭക്തിയിൽ വിരലറുത്തത്. കാർവാർ നഗരത്തിലെ വീട്ടിൽ മോദിക്കായി ഇദ്ദേഹം ഒരു ആരാധനാലയം നിർമ്മിച്ചിട്ടുണ്ട്. പതിവായി ഇയാൾ ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും നടത്താറുണ്ട്. വിരൽ മുറിച്ച ശേഷം അരുൺ തന്റെ രക്തം ഉപയോഗിച്ച് വീടിന്റെ ചുമരുകളിൽ കാളിദേവി മോദിയെ രക്ഷിക്കൂ എന്നും കുറിച്ചു. അരുണിനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിരലുകൾ തുന്നിച്ചേർക്കാനാകില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തുടർന്ന് മുറിഞ്ഞു തൂങ്ങിയ വിരലിന്റെ ഭാഗം മുറിച്ചു നിൽക്കുകയായിരുന്നു. കോടതികളിൽ കറുത്ത ഗൗൺ വേണ്ട, ഇനി വെള്ള ഷർട്ടും പാൻറ്റും. കനത്ത ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അഭിഭാഷകർ കറുത്ത ഗൗൺ ധരിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതി പ്രമേയം പാസാക്കി. ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും പാൻറ്റും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം. കറുത്ത കോട്ടും ഗൗണും നിർബന്ധമില്ല. ഹൈക്കോടതിയിലും അഭിഭാഷകർക്ക് കറുത്ത ഗൗൺ നിർബന്ധമില്ലെന്നും ഫുൾ കോട്ട് ചേർന്ന് പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു. മെയ് 31 വരെ ഇത് തുടരും. വേനൽക്കാലത്ത് കറുത്ത ഗൗൺ ധരിച്ച് ഹാജരാകുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഫുൾ കോട്ട് പ്രമേയം പാസാക്കിയത്. പേവിഷബാധയേറ്റ് ചത്തത് 6 പശുക്കൾ. തെരുവുനായ പേടിയിൽ അരിക്കുളം. തെരുവുനായ ആക്രമണ ഭീഷണിയിലാണ് കോഴിക്കോട് അരിക്കുളം നിവാസികൾ. നായകളുടെ കടിയേറ്റ് ആഴ്ചകൾക്കിടെ 6 പശുക്കൾ പേപിടിച്ച് ചത്തു. ആശങ്ക തുടരുമ്പോഴും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ രോഷത്തിലാണ് നാട്ടുകാർ. മനുഷ്യരെ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെങ്കിലും അരിക്കുളം പഞ്ചായത്തിലെ പുതേരിപ്പാറയിൽ തെരുവുനായകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. 1ഉം 2ഉമല്ല, ചത്തത് 6 പശുക്കൾ. ചത്തത് 5 വീട്ടുകാരുടെ ഉപജീവന മാർഗം. തെരുവുനായ കടിച്ച് പേപിടിച്ചായിരുന്നു മരണം. ഇതിൽ 2 എണ്ണം പ്രസവിക്കാറായവയാണ്. ചത്ത പശുക്കളെ പരിപാലിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ആശങ്ക വിട്ടുമാറുന്നില്ല. തെരുവുനായ ശല്യം കുറയ്ക്കാൻ പഞ്ചായത്ത് തലത്തിൽ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ഷീരകർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടിയില്ല. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കൾ വിലസുമ്പോൾ രക്ഷാമാർഗം എന്തെന്ന് തലപുകയ്ക്കുകയാണ് അരിക്കുളം ഗ്രാമം.
പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് കുടുംബാംഗങ്ങൾ. തൃശൂരിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. ചന്ദ്രാപിന്നി അലുവ തെരുവ് പടിഞ്ഞാറ് ഭാഗം കുട്ടോടത്ത് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തികയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവെന്ന് ഭർത്താവും ബന്ധുക്കളും ആരോപിച്ചു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ബാബ രാംദേവിന് തിരിച്ചടി. മാപ്പപേക്ഷ തള്ളി സുപ്രീം കോടതി. യോഗ ഗുരു ബാബ രാംദേവും പതഞ്ജലി ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയും നൽകിയ മാപ്പപേക്ഷ അംഗീകരിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി. പതഞ്ജലി മനഃപൂർവ്വം കോടതിയലക്ഷ്യം നടത്തിയെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഒരു കാരുണ്യവും പ്രതീക്ഷിക്കേണ്ടെന്ന് മുന്നറിയിപ്പും നൽകി. ഒരേപോലെ പല മാപ്പപേക്ഷ നൽകിയാൽ കോടതിയെ ബോധ്യപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ഹിമ കോലിയും അഹ്സനുദ്ദീൻ അമാനുള്ളയും പതഞ്ജലിക്കെതിരായ നിലപാടെടുത്തത്. ഇതേസമയം പതഞ്ജലിയുടെ കാര്യത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ച ഉത്തരാഖണ്ഡ് സർക്കാർ പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാമെന്ന് സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകി. കേസ് വീണ്ടും 16-ന് പരിഗണിക്കും. അന്ന് രാംദേവ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും നേരിട്ട് ഹാജരാകണം. പ്രണയപ്പക. ആലപ്പുഴയിൽ യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. പ്രണയപ്പകയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷ സ്വദേശിയായ കണ്ടമൽ റവനിഗുഡ ബാദി രൂപമതിയുടെ മകൻ സാമുവൽ രൂപവതിയാണ് അറസ്റ്റിലായത്. ഒഡീഷ സ്വദേശിനിയായ ഋതിക സാഹു കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഋതികയും സാമുവലുമായി അടുപ്പത്തിലായിരുന്നു. സാമുവേലിന് വേറെ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ഋതിക ഒഴിവാക്കിയതിന്റെ ദേഷ്യത്തിൽ കുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യത്തിന് ശേഷം ഒഡീഷയിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ മാവോയിസ്റ്റ് മേഖലയായ റമനിഗുഡയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുവരും തമ്മിൽ 4 വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നും ഋതിക ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് ഋതികയെ കൊലപ്പെടുത്തിയത് എന്നും പ്രതി സമ്മതിച്ചു. മദ്യപാന തർക്കത്തിൽ അടിപിടി, യുവാവ് മരിച്ചു. ചിറ്റിലഞ്ചേരിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവ് മരിച്ചു. ചിറ്റിലഞ്ചേരി കമ്പിടി സ്വദേശി രതീഷാണ് മരിച്ചത്. സംഭവത്തിൽ ഇയാളുടെ അയൽവാസിയായ നൌഫലിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കമ്പിടിയിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിന് പിൻവശം മദ്യപിച്ച ശേഷം ഇയാൾ നൌഫലുമായി തർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ടിരുന്നെന്ന് പോലീസ് പറയുന്നു. അടിയേറ്റാണ് മരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. രതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗൂഢാലോചന ആരോപണം തള്ളി ആന്റോ ആന്റണി. ദല്ലാൽ TP നന്ദകുമാറുമായി ഗൂഢാലോചന നടത്തിയെന്ന പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ ആരോപണം തള്ളി UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ആന്റോ ആന്റണി. ദല്ലാൽ TP നന്ദകുമാറുമായി ആന്റോ ആന്റണി ഗൂഢാലോചന നടത്തിയതാണ് തനിക്കെതിരായ ആരോപണം ഉന്നയിച്ചതെന്നായിരുന്നു അനിൽ ആന്റണിയുടെ പ്രതികരണം. എന്നാൽ ജീവിതത്തിൽ ഇന്നുവരെ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു. അനിൽ ആന്റണി വിവരദോഷം പറയുകയാണ്. നന്ദകുമാറിനെ കണ്ടിട്ട് പോലുമില്ല. ഗൂഢാലോചന നടത്തിയെന്നുള്ള അനിൽ ആന്റണിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി. സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അന്വേഷിക്കട്ടെയെന്നും അതിനെ വെല്ലുവിളിക്കുകയാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു.